ഇലക്ഷൻ ആയതോടുകൂടി എലി മാളത്തിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരെ കണ്ടുപഠിക്കണം. ഒരു സിറ്റുവേഷനെ എത്ര കൂളായിട്ടാണ് അവർ തങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നമായത് പോലും അതിനെ രാഷ്ട്രീയമായി വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അവരുടെ കഴിവ് അപാരമാണ്. എന്റെ അറിവിൽ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് കോൺഗ്രസുകാർക്കാണ്. ആശമാരുടെ സമരം വെന്റിലേറ്ററിലായതോടുകൂടി വീണ്ടും ജനശ്രദ്ധ വയനാട്ടിലേക്ക് തിരിച്ചുവിടാനുള്ള കഴിവിനെ കുറച്ചൊന്നും പ്രശംസിച്ചാൽ പോരാ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയുണ്ടായി. ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ. എന്നാൽ ടൗൺഷിപ്പിന്റെ കൂടെ കോൺഗ്രസിന്റെ വീടും ഉണ്ടാകുമെന്നാണ് ആദ്യം പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതാണ് പറയുന്നത് വീടിനകത്ത് പൊരുത്തമില്ലെങ്കിൽ നാട്ടുകാർ കയറി ഇറങ്ങുമെന്ന്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ് കുറച്ചു കാലങ്ങളായി കോൺഗ്രസ് നേരിടുന്ന പ്രധാന ഇഷ്യൂ. രാഹുൽ ഗാന്ധി MP 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഈ വീടുകളും ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി കൂടി ഇടപെട്ടിട്ടാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 100 വീടുകൾ വാഗ്ദാനം ചെയ്തതെന്നും സതീശൻ പ്രസംഗിക്കുകയുണ്ടായി. പിന്നെയാണ് സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് സതീശന് മനസ്സിലായത്. അപ്പൊ പിന്നെ ഉരുണ്ട് കളിക്കുക തന്നെ. എവിടെ വീടുകൾ നിർമ്മിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് സതീശൻ പിന്നീട് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകൾ നിർമ്മിക്കും. സ്ഥലം വാങ്ങി നിർമ്മിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. വീടുകളുടെ നിർമ്മാണത്തിനായി സ്പോൺസർമാരിൽ നിന്ന് സർക്കാർ ആവശ്യപ്പെട്ട തുകയിൽ മാറ്റം വന്നു. ഇതോടെയാണ് വീടുകൾ നിർമ്മിക്കുന്ന കാര്യം അന്തിമ തീരുമാനത്തിൽ എത്താതിരുന്നത്. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് 3 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് 8 മാസമായിട്ടും പൂർത്തിയായില്ല. അക്കാര്യത്തിൽ അനാവശ്യമായ കാലതാമസം വന്നു. വാടക കൊടുക്കുന്ന കാര്യത്തിൽ മുടക്കവും വന്നു. 300 രൂപ വീതം പ്രതിദിനം കൊടുക്കുമെന്ന് നിർത്തിവെച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം മുടങ്ങി. നിരവധി പാളിച്ചകൾ ഉണ്ടായി. അതെല്ലാം ചൂണ്ടിക്കാണിക്കുകയും പരിഹരിക്കാൻ സർക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം പിന്നീട് പറയുന്നു. അളക്കാൻ കഴിയാത്ത ദുരന്തമാണ് ഉണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി MP പറയുന്നുണ്ട്. ഒരു വശത്ത് ദുരന്തം ഉണ്ടായപ്പോൾ മറുവശത്ത് ഒരുമയാണ് ഉണ്ടായത്. നമ്മുടെ കൂടെ ഇല്ലാതായവരെ ഓർക്കാനുള്ള ചടങ്ങ് കൂടിയാണിത്. ടൗൺഷിപ്പ് ഒരുമയുടെ വലിയ ചുവടുവയ്പ്പാണ്. സമയബന്ധിതമായി ടൗൺഷിപ്പ് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത സ്ഥലം സന്ദർശിച്ചിട്ടും ഒന്നും ചെയ്യുകയുണ്ടായിട്ടില്ല. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്നതിന് സ്ഥലം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദുരന്തബാധിതർക്ക് വീട് തിരിച്ചു കിട്ടുന്നത് വരെ കൂടെ ഉണ്ടാകുമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ ഇലക്ഷൻ കഴിയുന്നവരെ മാത്രമാണ് കേട്ടോ. അതുകൂടി കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ വയനാട്ടുകാർക്ക് പ്രാർത്ഥിക്കാൻ ഒരു കാരണം കൂടിയായി. ഇലക്ഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ വീട് കിട്ടണേ ഈശ്വര എന്ന്. അല്ലെങ്കിൽ പിന്നെ 5 വർഷം കൂടി കാത്തിരിക്കണ്ടേ? ഏത്